മടക്കേക്കാൻ എനിക്കാവൂല്ല, അവരെ വെറുതെയാക്കാൻ എനിക്കാവൂല്ല. എന്നെ കൊണ്ടാവും വിധം അവർക്ക് ഞാൻ ഖിദ്മത്ത് ചെയ്തും എന്നെ കൊണ്ടാവും വിധം അവരെ ഞാൻ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടു രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഈ സമുദായത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, അവിടെ മതമുള്ളവനും മതമില്ലാത്തവനും സംഘടനയിൽപ്പെട്ടവനും പെടാത്തവനും എല്ലാവരും ഒരുമിച്ച് വരികയാണ്. എല്ലാവർക്കും വേണ്ടത് ഉസ്താദിന്റെ ദുആയാണ്. കേവലം ഒന്നോ രണ്ടോ ആളുകളുടെ മുഖം മാത്രമല്ലല്ലോ കാണുന്നത്, രണ്ടു മൂന്ന് പേരോട് മാത്രമല്ലല്ലോ സംസാരിക്കുന്നത്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളോടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഒരാളോടും ഗൗരവപ്പെടുന്നില്ല, ഒരാളോടും ദേഷ്യം പിടിക്കുന്നില്ല, ഒരാളോടും അനിഷ്ടകമായ ഒരു വാക്ക് പറയുന്നില്ല. ഒരു മനസ്സിനെ പോലും വേദനിപ്പിക്കാതെ എല്ലാവർക്കും സന്തോഷം പകർന്നു നൽകുന്ന ആശ്വാസവാക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ റസൂലുള്ളാഹ് സ്വഹാബത്തിനോട് ചോദിച്ചിട്ടുണ്ടല്ലോ, അമലുകളിൽ വെച്ച് ഏറ്റവും നല്ല അമൽ ഏതാണെന്നറിയുമോ എന്ന്. എന്നിട്ട് റസൂലുള്ളാഹ് തന്നെ അതിന്റെ മറുപടി പറയുകയാണ്, ഇദ്ഖാലുസ് സുറൂരി അലൽ മുസ്ലിം, ഒരു വിശ്വാസിയായ മനുഷ്യന്റെ മനസ്സിന് സന്തോഷം പകരലാണ് ഏറ്റവും വലിയ അമലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ തന്നെ കാണാൻ വേണ്ടി വരുന്നവർക്കെല്ലാവർക്കും സന്തോഷം പകരുകയാണ്. എത്ര തവണയാണ് നമ്മൾ ആ സവിധത്തിൽ ചെന്നെത്തിയത്? പക്ഷെ ഇന്നതൊക്കെ ആലോചിക്കുമ്പോൾ വലിയ വിഷമം തോന്നുകയാണ്. പടച്ചവനെ, എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ, എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ ഒന്ന് ദുആ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾക്ക് ചില മഹാന്മാരുണ്ടായിരുന്നു. അവരിൽപ്പെട്ടവരാണല്ലോ ഈ ലോകത്തോട് വിട പറയുന്നത്. ആരെങ്കിലും വന്നു, ഉസ്താദേ ഇന്നാലിന്ന വിഷമുണ്ട്, ഇന്നാലിന്ന പ്രയാസമുണ്ട്, ഏതെങ്കിലും ഒരു മഹാന്റെ അടുത്ത് പോയി ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം, ആരെടുത്താ പോവുക എന്ന് ചോദിക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ മുറ്റത്തൊരാളുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊരാളുണ്ട്, ഞങ്ങളുടെ പരിസരത്തൊരാളുണ്ട്, അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യുന്നൊരു പാവപ്പെട്ട മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞു ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ചില മഹാന്മാരുണ്ട്. അവരിൽ പ്രമുഖരാണ് മഹാനായ ശൈഖുനാ ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ്. ആ ഉസ്താദാണ് വിട പറഞ്ഞത്. ഓർക്കും തോറും സങ്കടം വരികയാണ്. എത്രയെത്ര ആളുകൾക്കാണ് വിഷമങ്ങൾ മാറാൻ കാരണക്കാരനായത്.